ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്നിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഊമ നാടകമാണ് കേട്ടോ. വോയിസ് ഓവറാണ് പിന്നീട് ഞാൻ കൊടുക്കുന്നത്. ഇത് വീഡിയോ എടുത്തപ്പോൾ വോയിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, 190 രൂപയുടെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടുള്ള കിറ്റ്. അപ്പോൾ ഈ കിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബോ നോക്കാം കേട്ടോ ഇന്ന് നമുക്ക്. എനിക്ക് ചെറിയൊരു കിച്ച് കിച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിൽ വേരിയേഷൻ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഫ്ലവറാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ജസ്റ്റ് ഈ മടക്ക് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോ മടക്കുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ മൊത്തത്തിൽ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എത്രത്തോളം വലിപ്പം വേണോ ഫ്ലവറിന്, അത്രത്തോളം നിങ്ങൾ എടുക്കുന്ന മടക്കിൻ്റെ വലിപ്പം കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് അല്ല 1.25 ഇഞ്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. അളന്നിട്ടൊന്നും അല്ല, ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മളിത് ഏത് കണക്ക് മടക്കി റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് കണക്ക് മടക്കുന്നതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു മടക്കുമ്പോൾ തന്നെ നിങ്ങളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വിട്ടു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലാവൻഡർ കളർ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ചെയ്തെടുക്കുമ്പോഴേക്കും. അപ്പോൾ അത് ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിറ്റ് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ അകത്തേക്കുള്ളത് സെയിം കളർ റിബൺ, അതായത് റിബണിൻ്റെ സെയിം കളർ ഹെയർ ബോ രണ്ടും 6 പീസ് വെച്ചിട്ടാണുള്ളത്. പിന്നെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ സീക്വൻസ് കുറച്ച് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, മടക്കി ഇതേ കണക്ക് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഒരു റൗണ്ട് ആക്കാൻ പാകത്തിന് എത്ര പെറ്റൽസ് വേണോ അത്രയും പെറ്റൽസ് എടുക്കുക. ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്ത് റൗണ്ടിനൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ അളവെടുത്ത് ചെയ്താലും ചെറിയൊരു വ്യത്യാസം വരും. ആദ്യം ചെയ്തതും സെൻറ്റർ ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. ഞാനിപ്പോൾ തന്നെ ഒരു ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ലാസ്റ്റ് ഫ്ലവർ കംപ്ലീറ്റ് ആയതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കൂടെ തന്നെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇപ്പോൾ വയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ എൻഡ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അതൊരു വേറെ മോഡലിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ഫ്ലവർ വേറൊരു മോഡലിലിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നതൊക്കെ ഞാൻ 2 മോഡൽ ഒന്നിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ മടക്കിയും മടക്കാതെയും നമുക്ക് ഫ്ലവറുകൾ മേക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാ പെറ്റൽസും ഇതേപോലെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിനൊക്കെ അകത്തോട്ടാക്കി കൊടുക്കുക, ഒന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഉരുക്കിയിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കൈ ശ്രദ്ധിച്ചോളണം. ഒപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഒട്ടുന്ന രീതിയിലൂടെ ചെയ്യുക കേട്ടോ. അതേ കണ്ടോ, ഇതേ കണക്കാണ് കിട്ടിയിട്ടുള്ളത്. സെയിം തന്നെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 2 ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് രണ്ടിനും കൂടെ ഒന്നിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് ഒന്നിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ടല്ല വെക്കുന്നത്, രണ്ടും ഓപ്പോസിറ്റ് സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ, പാതി. അതായത് ഒരെണ്ണത്തിൻ്റെ ഒരു പെറ്റൽ അടിയിലാകുന്ന രീതിയിൽ അങ്ങ് ചേർത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൂട്ടി തയ്ച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഒട്ടിക്കാൻ നിൽക്കരുത്, ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒട്ടിച്ചാൽ എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ രസമല്ലേ, നല്ല ഭംഗിയുള്ള ഒരൊറ്റ പൂവ മാത്രമായിട്ടുള്ള ഹെയർ ബോയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേമാതിരി ചെയ്തെടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. ഓരോ പെറ്റലും കട്ട് ചെയ്ത് ഉരുക്കി സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഒരൊറ്റ റിബൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേമാതിരി ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബീഡ്സ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാവൻഡർ കളർ ബോ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടിഭാഗത്ത് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഡയറക്റ്റ് ഒട്ടിക്കുന്നതിൽ നല്ലത് ചെറുതായിട്ട് സാറ്റിൻ്റെ ബോയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തുണിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് അടിഭാഗം ഒട്ടിക്കുന്നതാണ് എപ്പോഴും സേഫ്, ഇളകി പോകത്തില്ല. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പെർഫെക്റ്റായിട്ട് നമുക്കൊരു ഹെയർ ബോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ? അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട്, സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും മടിച്ചിരിക്കേണ്ട.
ഒരു 190 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ക്യാൻവാസിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഈ ഷീറ്റിൽ നിന്ന് ഒരു കുഞ്ഞൻ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബോ. എങ്ങനെയുണ്ട്? 6 കളർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ കൊടുക്കുന്ന സമയത്ത് 6 കളറിലൊക്കെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.